പ്രതികരിച്ചതിന് കൃഷ്ണകുമാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ റെയിൽവേയുടെ ഭാരവാഹിയാണ്. കൃഷ്ണകുമാർ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണകുമാർ, ഈ കേന്ദ്ര ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. റെയിൽവേ അല്ലെങ്കിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയാണ് കേന്ദ്ര ബജറ്റിൽ ഉൾപ്പെടുത്തിയേക്കും, അല്ലെങ്കിൽ എന്തൊക്കെ സാധ്യതകൾ എന്തൊക്കെയാണ് ഈ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുവാനുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ് താങ്കളുടെ? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഈ സമീപകാലത്ത് ഉണ്ടായിട്ടുള്ള യാത്രക്കാരെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു നേട്ടമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് വളരെ വിജയകരമായി നമ്മുടെ നാട്ടിൽ ഓടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ വണ്ടി ഇപ്പോൾ 8 തീവണ്ടികൾ വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ആദ്യം ഓടിക്കൊണ്ടിരുന്ന വണ്ടികൾ ഏതാണ്ട് 2 ലക്ഷത്തിലധികം കിലോമീറ്റർ വളരെ വിജയകരമായി വലിയ കേടുപാടുകളൊന്നും മറ്റു പ്രശ്നങ്ങളോ കൂടാതെ ഓടിച്ച് നമ്മൾ പരീക്ഷിച്ച് വിജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലോകോത്തര നിലവാരത്തിലുള്ള ഈ വന്ദേ ഭാരത് എക്സ്പ്രസ്സുകൾ ഈ രാജ്യത്ത് ഇനി അതായിരിക്കും റെയിൽവേ ഭാവി എന്ന് ഏതാണ്ട് തീരുമാനമായിരിക്കുകയാണ്. നമ്മുടെ സർക്കാരിന്റെ നടപടികളും അത് കൂടുതൽ അത്തരം വണ്ടികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത്. എന്നാൽ ഏതാണ്ട് 200 കിലോമീറ്റർ വരെ വേഗതയിൽ സഞ്ചരിക്കാവുന്ന ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലുള്ള വണ്ടികൾ ഓടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യം നമ്മുടെ നാട്ടിൽ ഇനിയും വികസിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഘട്ടം ഘട്ടമായിട്ട് നിലവിലുള്ള പാതകളുടെ ശക്തിപ്പെടുത്തുകയും അതിന്റെ സിഗ്നലിംഗ് സംവിധാനം പരിഷ്കരിക്കുകയും ആവശ്യമായ ഇടങ്ങളിൽ വൈദ്യുതി പ്രസരണ സംവിധാനത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അടിസ്ഥാന സൗകര്യത്തിന്റെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് രാജ്യത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ഓടിക്കാൻ വേണ്ടതായിട്ടുള്ള ഒരു നടപടി ഈ ബഡ്ജറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അതിനുവേണ്ടി വലിയ തോതിലുള്ള വകയിരുത്തലുകൾ, ആ പാതകളുടെ പ്രാധാന്യം കണക്കിലെടുത്ത് അതിനുവേണ്ട വകയിരുത്തലുകൾ ഉണ്ടാവും. തീർച്ചയായും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിലും ഈ നിലവിലുള്ള പാതകളെ ശക്തിപ്പെടുത്തി വേഗത വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ എഞ്ചിൻ ഉപയോഗിച്ച് ഓടിക്കുന്ന വണ്ടികൾക്ക് പകരം എഞ്ചിൻ ഇല്ലാത്ത വന്ദേ ഭാരത് പോലുള്ള വണ്ടികളാണ് ഭാവി എന്ന് നമ്മുടെ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അത് യാത്രക്കാർക്ക് സമയലാഭവും കൂടുതൽ യാത്രാ സൗകര്യങ്ങളും മറ്റുള്ള മെച്ചങ്ങളൊക്കെ നൽകുന്നതാണ്. അത് തീർച്ചയായിട്ടും അതിലൂന്നിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ്, അതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ വലിയൊരു പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ വകയിരുത്തൽ ഇത്തവണ ഉണ്ടാകും. അതിന്റെ ഫലം തീർച്ചയായിട്ടും കേരളത്തിലും ലഭിക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. ഇപ്പൊ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള തീവണ്ടി പാതകളുടെ ശേഷി 130 കിലോമീറ്ററിലേക്ക് ഉയർത്തുന്നതിനും അടുത്ത ഘട്ടമായിട്ട് 160 കിലോമീറ്ററിലേക്ക് ഉയർത്തുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പഠനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റെയിൽവേയുടെ അറിയിപ്പിൽ നിന്ന് മനസ്സിലാകുന്നത്. അത് ഈ വർഷം അവസാനത്തോടുകൂടി അതിന്റെ റിപ്പോർട്ട് അവർക്ക് ലഭിക്കും. അപ്പൊ ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ ഉണ്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടതായിട്ടുള്ള ഒരു വകയിരുത്തൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മുൻകാലങ്ങളിൽ പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പിന്നീട് പല കാരണങ്ങളാൽ തടസ്സപ്പെട്ടിട്ടുള്ള അങ്കമാലി എരുമേലി ശബരിപാത, ഗുരുവായൂർ തിരുനാവായ പാത മുതലായ പാതകളുടെ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള ചില നീക്കങ്ങൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഈ 2 പാതകൾ വീണ്ടും റെയിൽവേയുടെ ശ്രദ്ധയിൽ വരുന്നതിനും അതിന് വേണ്ടതായിട്ടുള്ള ഒരു വകയിരുത്തൽ ഈ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കുന്നതിന് 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഏറ്റവും ആദ്യം ഷൊർണൂർ എറണാകുളം റൂട്ടിൽ സിഗ്നലിംഗ് സംവിധാനം നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി റെയിൽവേ ആലോചിക്കുകയുണ്ടായി. എന്നാൽ അതിൽ പിന്നീട് വകയിരുത്തലുകൾ ഉണ്ടായിട്ട് അത് മുന്നോട്ട് പോയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തവണത്തെ ബഡ്ജറ്റിൽ ഉണ്ടാകും എന്ന് വളരെ കാര്യമായിട്ട് യാത്രക്കാർ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ പലവിധത്തിലുള്ള ടെർമിനൽ സൗകര്യങ്ങൾ, രാജ്യത്തിന്റെ ഒരു തെക്കേ അറ്റത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ നിരവധി തീവണ്ടികൾ ഇവിടെ യാത്ര അവസാനിപ്പിക്കുകയും ഇവിടുന്ന് യാത്ര ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം തീവണ്ടികളിലെ അറ്റകുറ്റപ്പണിക്കും മറ്റു സൗകര്യങ്ങൾക്കൊക്കെ ആയിട്ട് ടെർമിനൽ സൗകര്യങ്ങൾ, നമ്മൾ നേമൻ ടെർമിനലിനെ കുറിച്ച് സംസാരിക്കുന്നു, കൊച്ചുവേളി ടെർമിനലിനെ കുറിച്ച് സംസാരിക്കുന്നു, എറണാകുളത്ത് പുതിയൊരു കോച്ചിങ് ടെർമിനൽ വരുന്നതിനെ കുറിച്ച് പറയുന്നു. അതുപോലെ വിവിധ ഇടങ്ങളിൽ പിറ്റ് ലൈനുകളും ഒക്കെ ആവശ്യത്തിന് അത്തരം കാര്യങ്ങളുടെയൊക്കെ ഒരു പോരായ്മ കേരളത്തിലുണ്ട്. നമ്മുടെ നിലവിലുള്ള കൊല്ലം, പാലക്കാട് മെമു ഷെഡുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ ഇത്തരത്തിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രത്യേകിച്ച് ഊന്നൽ നൽകുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കും ഇത്തവണ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം നമുക്ക് നേരത്തെ തന്നെ ഇവിടെ അനുമതിയൊക്കെ കിട്ടിയിട്ടുള്ള ചില തീവണ്ടികൾ ഇനിയും ഓടിത്തുടങ്ങാനുണ്ട്. പ്രത്യേകിച്ചും മംഗലാപുരത്തുനിന്ന് രാമേശ്വരത്തേക്ക് ഒരു തീവണ്ടി, എറണാകുളത്തുനിന്ന് വേളാങ്കണ്ണിയിലേക്ക് ഒരു തീവണ്ടി, അങ്ങനെ ചില തീവണ്ടികൾ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുവരെ ഓടിത്തുടങ്ങിയിട്ടില്ല. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരം മധുര അമൃത എക്സ്പ്രസ്
രാമേശ്വരം വരെ നീട്ടുക, പാലക്കാട് നിന്നുള്ള പാലരുവി എക്സ്പ്രസ് തൂത്തുക്കുടിയിലേക്ക് നീട്ടുക, ഷൊർണൂരിൽ നിന്ന് തുന്നലൂരിലേക്കുള്ള തീവണ്ടി മധുരയിലേക്ക് നീട്ടുക തുടങ്ങിയ ചില നിർദ്ദേശങ്ങളും സജീവമായിട്ട് ഏതാണ്ട് അംഗീകരിക്കപ്പെട്ട് റെയിൽവേ മന്ത്രാലയത്തിന്റെ അന്തിമമായിട്ടുള്ള അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ, തീവണ്ടി സർവീസുകൾ, ഇവയൊക്കെ തന്നെ കൂടുതലായിട്ട് ആവശ്യമുണ്ട്. അതോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയം വഴി ബോംബെയിലേക്ക് ഒരു തീവണ്ടി, എറണാകുളത്ത് നിന്ന് സേലത്തേക്ക് ഒരു ഇന്റർസിറ്റി തുടങ്ങി, അതുപോലെ വടക്കിഴക്കൻ തൊഴിലാളികളുടെ ആവശ്യത്തിന് ഹൗറ ഗുവാഹട്ടി ഭാഗത്തേക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് ഒരു പ്രതിദിന തീവണ്ടി തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ, വളരെ ന്യായമായ ചില ആവശ്യങ്ങളും ഇവിടുന്ന് വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെട്ടു വരുന്നുണ്ട് ഏതാനും വർഷങ്ങളായിട്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു അനുകൂലമായ തീരുമാനം ഈ ബഡ്ജറ്റിലും അതിന്റെ തുടർന്ന് ഈ വരുന്ന സാമ്പത്തിക വർഷത്തിലുമായിട്ട്, ഇപ്പോൾ പുതിയ തീവണ്ടികൾ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കാറില്ല എങ്കിൽ പോലും ഈ വരുന്ന സാമ്പത്തിക വർഷം ഇത്തരം തീവണ്ടികൾ ഓടിച്ചു തുടങ്ങാനായിട്ടുള്ള ഒരു അനുകൂലമായ നടപടിയും റെയിൽവേ മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് യാത്രക്കാരെല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്നത്. കൃഷ്ണകുമാർ, ഒപ്പം തന്നെ ഈ റെയിൽവേ സ്റ്റേഷനുകളെ ലോക നിലവാരത്തിലേക്ക് എത്തിക്കുമെന്ന് റെയിൽവേ മന്ത്രി നേരത്തെ പറഞ്ഞിട്ടുള്ളതുമാണ്. ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തുക 12,500 കോടി രൂപയാണ് സ്റ്റേഷൻ വികസനത്തിന് നൽകിയിട്ടുള്ളതും അത് 2024 പൂർത്തീകരിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നമ്മൾ തൊട്ടടുത്തുള്ള കൊച്ചി സൗത്ത് സ്റ്റേഷനിലേക്ക് പോവുകയാണെങ്കിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ട്രാക്ക് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ ഇനിയും ആരംഭിക്കുവാനുണ്ട്, അത് ശരിയാകാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പ്രഖ്യാപനങ്ങൾ മാത്രമായി ഒതുങ്ങിപ്പോകുമോ? റെയിൽവേനെ കൈവിടിയുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തും, അങ്ങനെ വിലയിരുത്താൻ സാധിക്കുമോ നമുക്ക്? കേരളത്തിലത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷനുകളെല്ലാം തന്നെ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരവധി സ്റ്റേഷനുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ചെങ്ങന്നൂർ, തൃശ്ശൂർ മുതലായിട്ട് ചില സ്റ്റേഷനുകളിൽ അതിന്റെ ടെൻഡർ ഘട്ടത്തിലാണ്. അധികം താമസിയാതെ ആരംഭിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ രണ്ടാം നിര സ്റ്റേഷനുകളെല്ലാം തന്നെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അവയും ചെറുതായിട്ട് മെച്ചപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. എന്നാൽ അന്ന് ചൂണ്ടിക്കാണിച്ചതുപോലെ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ ഇപ്പോൾ കെട്ടിടങ്ങൾ പുതുക്കി പണിയുന്നുണ്ടെങ്കിൽ പോലും അവിടുത്തെ അടിസ്ഥാന സൗകര്യമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെ വികസനം, അതായത് ഇപ്പോൾ നിലവിൽ 6 പ്ലാറ്റ്ഫോമുകൾ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിലുള്ളതിൽ 2 പ്ലാറ്റ്ഫോമിൽ മാത്രമേ നീളം കൂടിയ തീവണ്ടികളെ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. മറ്റു 4 പ്ലാറ്റ്ഫോമുകളിൽ നീളം കുറഞ്ഞ തീവണ്ടികളെ മാത്രമേ കൈകാര്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ ഈ ഒരു പ്രശ്നം എറണാകുളത്ത് വലിയൊരു ഗതാഗത കുരുക്കിന് കാരണമാക്കുന്നുണ്ട്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് എറണാകുളം 3 ഭാഗത്തു നിന്നും എറണാകുളം ജംഗ്ഷനിലേക്ക് വണ്ടികൾ വരുന്നുണ്ട്. തൃശ്ശൂർ ഭാഗത്തുനിന്ന്, കോട്ടയം ഭാഗത്തുനിന്ന്, ആലപ്പുഴ ഭാഗത്തുനിന്നും. ഈ വണ്ടികളൊക്കെ പലപ്പോഴും നീളം കൂടിയ വണ്ടികളാണെങ്കിൽ അവ പ്ലാറ്റ്ഫോം ഒഴിയുന്നതിന് വേണ്ടി ഔട്ടറിൽ കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ഈ സ്റ്റേഷൻ കെട്ടിടം ഒരു ഭാഗത്ത് നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നേരത്തെ ഞാൻ പറഞ്ഞ ഈ അടിസ്ഥാന സൗകര്യ വികസനം, റെയിൽവേയുടെ പാളങ്ങളുടെയും ട്രാക്കുകളുടെയും മറ്റനുബന്ധ ഗതാഗതത്തിന് വേണ്ട ഓപ്പറേഷൻ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിക്കേണ്ടായി. അപ്പൊ ആ ഒരു വികസനത്തിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള പോരായ്മകൾ, ഗതാഗത കുരുക്കിന് കാരണമാകുന്ന അടിസ്ഥാന സൗകര്യത്തിലുള്ള പരിമിതികൾ, അവ കൂടി മാറ്റി ഇത്തരം ഓപ്പറേഷണൽ ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ കൂടി വളരെ അത്യന്താപേക്ഷിതമായിട്ട് ആവശ്യമാണ്. അപ്പൊ അത് ഈ പറഞ്ഞ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായിട്ട് അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തും. അത് റെയിൽവേയുടെ കൂടി ആവശ്യമാണ്. കേരളത്തിന്റെയും യാത്രക്കാരുടെയും മാത്രമല്ല, ഈ നമ്മൾ ഈ പറഞ്ഞ വേഗത കൂടിയ വന്ദേ ഭാരത് പോലുള്ള വണ്ടികൾ വരികയും ഈ 150, 160, 130 കിലോമീറ്റർ വേഗത്തിലേക്ക് പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ടെർമിനൽ സൗകര്യങ്ങൾ കൂടി വർദ്ധിപ്പിച്ചെങ്കിൽ മാത്രമേ അത് പൂർണ്ണതോതിൽ അത് ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഈ പ്രശ്നം റെയിൽവേ മന്ത്രാലയം മനസ്സിലാക്കും. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും അത് ചൂണ്ടിക്കാണിക്കുമെന്നും അത് മന്ത്രാലയം മനസ്സിലാക്കിക്കൊണ്ട് റെയിൽവേ ബോർഡ് അതിന് വേണ്ടായിട്ടുള്ള നടപടികൾ കൈക്കൊള്ളുമെന്നും ഈ പറഞ്ഞ വലിയ വികസന പദ്ധതികളുടെ ഒക്കെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള അപാകതകൾ പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. ശ്രീകുമാർ, കൃഷ്ണകുമാർ, അതോടൊപ്പം തന്നെ ഈ സിൽവർ ലൈൻ, വന്ദേ ഭാരതിന്റെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതുകൊണ്ട് ചോദിക്കുന്നതാണ്. സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ആകാംക്ഷയിലാണ് സംസ്ഥാന സർക്കാർ നിൽക്കുന്നത്. കാരണം നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും പറയുകയുണ്ടായി, കേന്ദ്രത്തിന്റെ അനുമതിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഇതാ കേന്ദ്രം ഇപ്പോൾ വന്ദേ ഭാരതുമായി മുന്നോട്ട് പോകുമ്പോൾ വന്ദേ ഭാരത് സിൽവർ ലൈനെ ഓവർടേക്ക് ചെയ്യുമോ എന്ന കാര്യത്തിൽ വലിയൊരു ആശങ്ക ജനത്തിനുമുണ്ട്, സർക്കാരിനുമുണ്ട്. അത് സംബന്ധിച്ചു കൂടി താങ്കൾക്ക് ഒന്ന് വിശകലനം ചെയ്യുവാൻ സാധിക്കുമോ? സിൽവർ ലൈനിന്റെ ഒരു സാധ്യത അല്ലെങ്കിൽ സിൽവർ ലൈനെ കുറിച്ച് പരാമർശിക്കുവാനുള്ള സാധ്യത ഉണ്ടാകുമോ?
രണ്ട് കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കേരളത്തിലുള്ള തീവണ്ടി പാതകളുടെ വേഗത ആദ്യഘട്ടത്തിൽ 130ലേക്കും രണ്ടാമത്തായിട്ട് 160ലേക്കും വർദ്ധിപ്പിക്കാനുള്ള ഒരു പഠനം ഇപ്പോൾ റെയിൽവേ തന്നെ മുൻകൈ എടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഇന്നലെ റെയിൽവേ പുറത്തുവിട്ടിട്ടുള്ള പത്രക്കുറിപ്പ് അനുസരിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട്, പ്രാഥമികമായ റിപ്പോർട്ട് അവർക്ക് ഡിസംബർ മാസത്തോടുകൂടി ലഭിക്കുമെന്നും അതിനുശേഷം തുടർ നടപടിയിലേക്ക് കടക്കുമെന്നാണ് റെയിൽവേ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്ന് തന്നെയല്ല, രാജ്യത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സമീപകാലത്ത് റെയിൽവേ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു കുതിച്ചുചാട്ടമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസുകളുടെ ഒരു പ്രവർത്തനം. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്ത് ഇനി ഭാവിയിൽ എല്ലാവിധ തീവണ്ടികളും വന്ദേ ഭാരത് മോഡലുള്ള തീവണ്ടികൾ, എഞ്ചിൻ ഇല്ലാത്ത വേഗത കൂടിയ സൗകര്യങ്ങൾ കൂടുതലുള്ള ആധുനികമായ തീവണ്ടികളായിരിക്കും, ട്രെയിൻ സെറ്റുകളായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും കേരളത്തിലേക്കും അത്തരം വണ്ടികൾ വരും. എന്തുമാത്രമല്ല, കേരളത്തിൽ നിന്ന് ഇന്ന് വിദൂര പ്രദേശങ്ങളിലേക്ക്, ഡൽഹി, ബോംബെ, കൽക്കട്ട മുതലായിട്ടുള്ള വിദൂര പ്രദേശങ്ങളിലേക്ക് ഒക്കെ പോകുന്ന വണ്ടികളൊക്കെ തന്നെ ഈ അധികം താമസിയാതെ രാജ്യത്ത് മുഴുവൻ അത്തരം വന്ദേ ഭാരത് മോഡൽ എക്സ്പ്രസുകൾ ആയിരിക്കും എന്നുള്ള കാര്യത്തിലും ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള വികസനം റെയിൽവേക്ക് നടത്തേണ്ടതുണ്ട്. ഇവിടുത്തെ നിലവിലുള്ള പാതകളുടെ ശേഷി വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ആവശ്യമെങ്കിൽ 3ഉം 4ഉം പാതകൾ നിർമ്മിക്കേണ്ടതുണ്ട്. അപ്പൊ അതിനൊക്കെയുള്ള നടപടികൾ അവരുടെ ഭാഗത്തുണ്ട്. അതിനുള്ള ചില മുൻകൈകളാണ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഇപ്പോൾ നടത്തുന്ന പഠനങ്ങളും ഈ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഇപ്പൊ വ്യാപിപ്പിക്കുക രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഒന്നായിട്ട് അത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി നമ്മൾ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് ഗേജിൽ രാജ്യത്തിന്റെ പൊതുവെയുള്ള ബ്രോഡ് ഗേജിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിനകത്ത് മാത്രം നിലനിൽക്കുന്ന ഒരു സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ഒരു സിൽവർ ലൈൻ അനുവദിക്കപ്പെടാൻ ഉണ്ടാവുള്ള സാധ്യത മങ്ങുകയാണ് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ തോന്നുന്നത്. വളരെയധികം നന്ദി കൃഷ്ണകുമാർ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്. ഇപ്പോൾ കൊച്ചി ബ്യൂറോയിൽ നിന്നും സാമ്പത്തിക വിദഗ്ധൻ